അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ള തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാറിയിട്ട് പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് നമ്മളെ പഴയന്നൂർ നാലത്തൂർ പോണ ഹൈവേ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ള ദൂരം. ടാറിംഗ് റോട്ടിൽ നിന്ന് ഒരു 20 മീറ്റർ ഈ കാണുന്ന ഭാഗം വരെ നമുക്ക് എല്ലാ വണ്ടിയും വരാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10 മീറ്റർ നമുക്ക് ഒരു ചെറിയൊരു ഓട്ടോ പോകാനുള്ള വീതിയാണ് റോഡുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ള 5 സെന്റ് സ്ഥലവും അതിലൊരു ഓടിട്ട വീടാണ്. ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്ന മതിലാണ് ഇതിന്റെ ഫ്രണ്ടേജ്. ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് വീടുകളാണ്, ഇതിന്റെ അപ്പുറം നമുക്ക് വീടുകളാണ്. അപ്പോൾ ടാറിംഗ് റോഡ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടേജ് തുടങ്ങുന്നത് ഈ കാണുന്ന മതിലിന്റെ അവിടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു 10-12-13 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. തൊട്ട് വീടുകളുടെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരെ വീട്ടിൽ കിടക്കുന്ന ഭാഗം. നേരെ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മുറ്റുണ്ട്. ഇത് ഫ്രണ്ടിൽ ഒരു ടാർപ്പായ കെട്ടിയ കാരണമാണ് നമുക്കൊരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം മുറ്റം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മാവിന്റെ തൈയുണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യം വരുന്നത് പൈപ്പ് കണക്ഷനാണ്. ഏകദേശം വെള്ള സൗകര്യം ഉണ്ട്. നമ്മളൊരു 5 മിനിറ്റ് ഓൺ ആക്കിയിട്ടാലും നമ്മൾ ഒരു 1000 ലിറ്റർ ടാങ്ക് നിറയുന്ന സൗകര്യത്തിലുള്ള വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട്. ഇതാണ് ഒരു സൈഡിൽ. അതിൽ 3 സൈഡിൽ നമുക്ക് മതിലുണ്ട്. ബാക്ക് സൈഡിൽ മാത്രമേ നമുക്കിനി മതിലില്ലാത്തുള്ളൂ. 5 സെന്റ് സ്ഥലം അത്യാവശ്യം നല്ല സമചതുരായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ബാക്ക് സൈഡ് വരുന്നത്. അലക്കാൻ സൗകര്യത്തിന് കല്ല് ഇവിടെയാണ്. പൈപ്പ് കണക്ഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പാണ് ഈ പോണത്. പ്രദേശം വെള്ള സൗകര്യമുള്ള ഏരിയയിലാണ്. അപ്പം ഇനി നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം. നമ്മൾ ഒരു സൈഡും ബാക്ക് സൈഡും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത്. നമ്മുടെ സ്ഥലത്തിന്റെ മറ്റൊരു സൈഡിൽ അതിര് ഈ ഭാഗത്താണ്. മരങ്ങൾ കാര്യങ്ങളൊന്നും യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനി നമുക്കിതിൽ യാതൊരു പണി ഇല്ല. അപ്പോൾ തൊട്ട് വീടുകളാണ്. നല്ല ഏരിയയിലാണ്. പഴയന്നൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ് ദൂരം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ, ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ദൂരം വരുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗമാണ് കാണാനുള്ളത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സിറ്റിംഗ് ഹാളാണ്. ഈ സിറ്റിംഗ് ഹാളിലും ബാത്റൂമിലാണ് നമുക്ക് ടൈൽസ് ഇട്ടിട്ടുള്ളത്. ബാക്കി നമുക്ക് നിലം കാവിയാണ്. മരങ്ങളായാലും ഫുള്ള് നല്ല കണ്ടീഷനിലാണുള്ളത്. വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനി നമുക്കിതിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അപ്പം ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒരു ഹാള്. ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ബെഡ്റൂമുകൾ. അപ്പം നേരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഒരു കട്ടിൽ, ഒരു അലമാര, ഒരു മെഷീനൊക്കെ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമും അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ്. ഒരു കട്ടിലുണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അതേ സ്പേസിൽ വരുന്ന 2 ബെഡ്റൂം ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം. അതും ആ സെയിം വലിപ്പത്തിലുള്ള തന്നെയാണ്. അപ്പോൾ നല്ല സൗകര്യമുള്ള 3 ബെഡ്റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയാണ്. അടുക്കളയിൽ ഇപ്പോൾ നിലത്തൊന്നും ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് ഇട്ട് അങ്ങനെ പരത്തിയിട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം അകത്ത് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുക്കളയിലും അത്യാവശ്യം നല്ല വലിപ്പം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാ നാടൻ അടുപ്പുണ്ട്. അതേപോലെ ഗ്യാസ് സ്റ്റവ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ട്. മരങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്ലൈൻറ്റോ ചെത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി. പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. 5 സെന്റ് സ്ഥലം, നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീട് ആദ്യം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് പറക്കുളം എന്ന് പറയുന്ന സെന്ററിൽ നിന്ന്, അതായത് ആലത്തൂർ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നിറയെ വീടുകളുടെ പരിസരമാണ്. 5 സെന്റ് സ്ഥലവും ഈ വീടിനും ആദ്യം പറഞ്ഞ പോലെ തന്നെ 7.25 ലക്ഷം രൂപയാണ്. ഫൈനൽ റേറ്റ് ആണ്, നെഗോഷ്യബിൾ അല്ല. അർജന്റ് വിൽപ്പന ആവുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത്. 9 ലക്ഷം പറഞ്ഞിരുന്ന പ്രോപ്പർട്ടിയാണ്. അവർക്ക് അർജന്റ് ആവുകൊണ്ടാണ് 7.25 ലക്ഷം രൂപക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത്. എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. പഴയന്നൂർ ടൗണിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. A to Z, ഒരു ടൗണിനെ സംബന്ധിച്ചിടത്തോളം A to Z എല്ലാ സാധനങ്ങളും നമുക്ക് പഴയന്നൂർ ടൗണിലുണ്ട്. അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോളേജുകളായാലും ഓരോന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന് 7.25 ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.